നടന്നു. ഇപ്പൊ തരുൺ മൂർത്തി എന്ന് പറയുന്ന ഒരു ഡയറക്ടർക്ക് അതെ എപ്പോഴാണ് പ്രകാശ് വർമ്മ എന്ന് പറയുന്ന ഒരു ആക്ടറെ യൂസ് ചെയ്യാൻ തോന്നിയത്? അവിടെയാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ സ്റ്റാർട്ടല്ല, അദ്ദേഹത്തിന്റെ കരിയറിന്റെ ആക്ടർ എന്ന് പറയുന്ന ഒരു ഭാഗം സ്റ്റാർട്ട് ചെയ്തത്, ട്വിസ്റ്റ് ഉണ്ടായത്. അതെ, അങ്ങനെയാണ് പറയാം. അവിടുന്ന് നമുക്ക് കിട്ടിയത് ഒരു വലിയ ഒരു പ്രതിഭയാണ്. അതെ, നമ്മള് ഇപ്പൊ ലാലേട്ടനെ നമ്മള് എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ഹൈലി അദ്ദേഹത്തിന്റെ ലാലേട്ടൻ പ്രൂവ് ചെയ്ത മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മാറ്റങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എമ്പുരാൻ പോലൊരു സിനിമ ഇറങ്ങി വലിയൊരു സ്റ്റാർഡമുള്ള ഒരു ആക്ടിങ്ങിൽ നിന്ന് നമ്മളെ നെഗറ്റീവ് കമന്റുകളും വന്നു അതിൽ. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടനോട് ചോദിക്കുമ്പോൾ ലാലേട്ടനോട് എപ്പോഴും ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമാണ്, ചൂസബിൾ അല്ലേ എന്ന് ചോദിക്കും. അല്ല, പണ്ടും അല്ല ഇപ്പോഴും അല്ല, ആക്രാന്തമാണ് സിനിമയോട്. ഏത് സിനിമ വന്നാലും ചെയ്യാന്നുള്ളൊരു സാധനമാണ്. ഇപ്പൊ തരുൺമൂർത്തി എന്ന് പറയുന്ന ഒരു 2 സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ സിനിമ ഒരു ലാലേട്ടനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് ചെയ്യിക്കുന്നു. അറ്റ് ദ സെയിം ടൈം അപ്പുറത്തെ സൈഡിൽ